കുറച്ച് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ്. അതിനെ സ്റ്റാൻഡേർഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാൻ കാരണം ഓൾറെഡി നമ്മളുടെ കുറെ നമുക്ക് യൂഷ്വലായി കാണുന്ന കുറെ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് മോഡൽ ചെയ്യാൻ നമുക്ക് ആ ഡിസ്ട്രിബ്യൂഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ച് കുറെ ആൾക്കാർ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഡിസ്ക്രീറ്റ് എന്ന് പറയാൻ കാരണം അവിടെ എല്ലാം നമ്മുടെ റാൻഡം വേരിയബിളിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിസ്ക്രീറ്റ് ആയിരുന്നു. അതായത് ഇൻഡിവിജ്വൽ വാല്യൂസ് ആയിരുന്നു എക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിള് ഇൻഡിവിജ്വൽ വാല്യൂസ് ആയിരുന്നു അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് കഴിഞ്ഞു. എല്ലാം ഞാൻ ഇന്നലെ ലാസ്റ്റ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. അതിൽ വെറുതെ എന്താണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും അതിന്റെ യൂസ് എന്താണെന്നൊക്കെ, അത് എന്ത് പ്രോബിലിറ്റിയാണ് കിട്ടുന്നത്, അത്രയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സിലബസില്. അപ്പൊ നമ്മളിനി കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാൻ പോകുന്നു. ഓക്കെ, എന്താണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ? എന്താണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിള്? ആരെങ്കിലും പറയൂ. എപ്പോഴാണ് ഒരു റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആവുക? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക ഒരു റാൻഡം വേരിയബിൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന്? സ്വാതി പറയൂ. സ്വാതി സത്യപാലൻ. ഇഷ്ടംപോലെ വാല്യൂസ് ഉണ്ട്, നമുക്ക് എഴുതി തീരില്ല അല്ലെ. അങ്ങനെ കൗണ്ടബിളി ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള വാല്യൂസിലാണ് എക്സ് ലൈ ചെയ്യുന്നതെങ്കിൽ, എക്സിന്റെ റേഞ്ച് ലൈ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സിംപ്ലി പറയുകയാണെങ്കിൽ എക്സിന്റെ റേഞ്ച് ഒരു ഇന്റർവെല്ലിന്റെ ഉള്ളിലാണെങ്കിൽ, അങ്ങനെയുള്ള റാൻഡം വേരിയബിൾസ് ആണ് എന്ത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ എന്ന് നമ്മൾ പറയാം. ഇനി അങ്ങനെ എക്സ് കണ്ടിന്യൂസ് ആവുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് പഠിക്കാനുണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ, പരീക്ഷയ്ക്ക് എന്നല്ല, ഇനി നിങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എവിടെയെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് വരുമ്പോഴും ഈ ഡിസ്ട്രിബ്യൂഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി എന്ത് പഠിക്കാൻ പോകുമ്പോഴും ഇത് നിങ്ങൾക്ക് അറിയാമെന്നുള്ള അസംഷനിലായിരിക്കും നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ പോവുക. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻസ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കുക. അതിൽ ഡിസ്ക്രീറ്റ് നമ്മൾ വളരെ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അങ്ങനെയുള്ള കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ആദ്യം നിങ്ങൾ പഠിക്കാൻ പോകുന്ന കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങള്? എന്തായാലും ഒന്നും മിണ്ടാത്ത. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കേട്ടിട്ടുണ്ടോ? ഈക്വൽ ആയിട്ടുള്ള ക്ലാസ് ഇന്റർവെല്ലിൽ വരുന്നതാണോ? അല്ല, നമ്മൾ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഏത് കേസിൽ നമ്മളൊരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഡിസ്ക്രീറ്റ് വേരിയബിളില് യൂണിഫോം ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിരുന്നു അല്ലേ? ഡിസ്ക്രീറ്റ് കേസിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുക എന്ന് പറയുമ്പോൾ അതിലെന്തായിരുന്നു? എക്സ് എന്ത് വാല്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു? ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരുന്നു എക്സ് എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇവിടെ നമുക്ക് എക്സ് കണ്ടിന്യൂസ് വാല്യൂസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഡിഫൈൻ ചെയ്യാന്ന്, അതാണ് നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ ഫസ്റ്റത്തെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കാനുള്ളത്. ഒരു സെക്കൻഡ്. മിസ് ബോർഡൊക്കെ എടുത്തിട്ട് ഇന്നലെ ആപ്പിലാണോ എടുക്കണ മിസ്? അത് വെറുതെ അല്ലേ മിസ്സിനെ കാണാണ്ടിരുന്നത്. നിങ്ങൾക്കിപ്പോ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് കാണുന്നുണ്ടോ? എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? അമൃത 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 ആ മിസ്സേ കാണുന്നുണ്ട്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് കണ്ടോ? കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടു മിസ്സേ. ഇപ്പൊ പോയില്ല. ഓക്കെ,
ഇനി അമൃതയാട്ട പറയണ്ടേ. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്ക്രീറ്റ് കേസിൽ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിള് ഡിസ്ക്രീറ്റ് വാല്യൂസ് ആയിരുന്നു അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വ്യത്യാസം എന്താണ് വെച്ചാല് നമ്മുടെ എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിള് ഒരു ഇന്റർവെല്ലിന്റെ ഇടയിലായിരിക്കും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അതായത് സെറ്റ് ടു ഹാവ് എ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓർ ആൻ ഇന്റർവെൽ എ ബി ഓർ ആൻ ഇന്റർവെൽ ഓപ്പൺ ഇന്റർവെൽ എ ബി, അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് സെറ്റ് ടു ഹാവ് എ uniform distribution if its probability density function is given by f of x is equal to 1 divided by b minus a, where a less than x less than b and 0 elsewhere. അതായത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിൽ എക്സിന്റെ പ്രോബിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഇന്റർവെൽ എ ബിയുടെ ഇടയിലാണ്. അതായത് എക്സിന്റെ റേഞ്ച് എയുടെയും ബിയുടെയും ഇടയിലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ എക്സ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയി. അങ്ങനെയുള്ള കേസിൽ എക്സ് ഈസ് സെറ്റ് ടു ഹാവ് എ കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ if its probability function is given by f of x is equal to 1 by b minus a, where a less than x less than b and 0 elsewhere. ഇതിനെ നമ്മൾ യൂണിഫോം എന്ന് പറയാൻ കാരണം എക്സ് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഏത് വാല്യൂ അസ്യൂം ചെയ്താലും അതിന്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 by b minus a ആണ്. f of x എന്ന് പറയുന്നത് ശരിക്കും ഒരു കോൺസ്റ്റന്റ് പോലെയാണ്. 1 by b minus a. എക്സ് ഏത് വാല്യൂ എടുത്തോടെ, എക്സ് എ എടുക്കാം, a+1 എടുക്കാം, a+2 എടുക്കാം, അല്ല എയുടെയും ബിയുടെ ഇടയിലുള്ള ഏത് വാല്യൂ എക്സ് അസ്യൂം ചെയ്താലും കറസ്പോണ്ടിങ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 by b minus a ആണ്. അപ്പോ ഏത് വാല്യൂസ് എടുക്കുമ്പോഴും പ്രോബബിലിറ്റി സെയിം തന്നെയാണ്. എല്ലാ പോയിന്റിലും ഈക്വൽ പ്രോബബിലിറ്റി ആയതുകൊണ്ടാണ് അതിന് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിളിനെ യൂണിഫോം എന്ന് പറയാൻ കാരണം എക്സ് ഏത് വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി സെയിം ആണ്. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ട് ഓരോ പോയിന്റിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇനി ഈ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. എ ആൻഡ് ബി ആർ ദ A, B are the parameters of continuous uniform distribution. അപ്പൊ യൂണിഫോം ഡിസ്ട്രിബ്യൂഷന് രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്, എയും ബിയും. കാരണം ഈ എയും ബിയും അറിഞ്ഞാൽ മാത്രമേ ഈ എഫ് ഓഫ് എക്സ് നമുക്ക് കംപ്ലീറ്റ്ലി സ്പെസിഫൈഡ് ആവുള്ളൂ, അല്ലെ? പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷനിലുള്ള അൺനോൺ കോൺസ്റ്റന്റ്സിനെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയാം. ആ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമുക്ക് നോൺ ആയി കഴിഞ്ഞാൽ എന്തായി? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോൺ ആവും. അപ്പൊ ഇവിടെ നമുക്ക് ബിയുടെയും എയുടെയും വാല്യൂ ആണ് അറിയേണ്ടത്. ബിയുടെയും എയുടെയും വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പ്രോബബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. അതുകൊണ്ട് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ ക്ലിയർ ആയോ? ഞാൻ പറയണ കേക്കുണ്ടോ നിങ്ങക്ക്? ഒന്നുകൂടി പറഞ്ഞു തരുമോ? ഓക്കെ, പറയാം. നമ്മൾ ആദ്യം പറയുന്നത് കണ്ടിന്യൂസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഓൾറെഡി ഡിസ്ക്രീറ്റ് കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതില് എക്സിനെ നമ്മൾ ഡിസ്ക്രീറ്റ് എന്ന് പറയാൻ കാരണം എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഇൻഡിവിജ്വൽ വാല്യൂസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു, അല്ലെ? എക്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരുന്നു? 1, 2, 3 എക്സെട്ര അപ് ടു n ആയിരുന്നു അവിടെ. അതന്നെ കണ്ടിന്യൂസ് കേസിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എക്സിന്റെ റേഞ്ചിൽ വ്യത്യാസം വരും. എക്സിന്റെ എക്സ് എന്ന് പറയുന്നത് ഒരു ഇന്റർവെല്ലിലാണ് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ എ ബി. ഇതിപ്പോ ഈ യൂണിഫോം എന്ന് പറയുന്നത് ഓപ്പൺ ഇന്റർവെൽ എ ബിയിൽ തന്നെ ഡിഫൈൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ ഡിഫൈൻ ചെയ്യാം, ഇല്ലെങ്കിൽ ക്ലോസ്ഡ്. നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന ഇന്റർവെൽ ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഴുതണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ നമ്മൾ എ ബി എടുത്തത് കൊണ്ടാണ്, ഓപ്പൺ ഇന്റർവെൽ എ ബി എടുത്തുകൊണ്ടാണ് പ്രോബബിലിറ്റി 1 by b minus a എന്നായത്. ഇപ്പൊ ഞാൻ എ ബിക്ക് പകരം m
n എന്നെടുക്കണം. ഓപ്പൺ ഇന്റർവെൽ m n എന്നെടുത്താൽ ഇത് 1/n-m എന്നാവും. അങ്ങനെയുള്ളൂ. അപ്പൊ ഇത്രേ ആവശ്യമുള്ളൂ. നമ്മൾ ഏത് ഇന്റർവെല്ലിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഇന്റർവെല്ലിലെ ഓരോ പോയിന്റ്സിലും പ്രോബബിലിറ്റി യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. മനസ്സിലായോ? നമ്മൾ ഏത് ഇന്റർവെല്ലിലാണോ എക്സിന്റെ ഏത് ഇന്റർവെല്ലിലാണോ എക്സ് ഏത് ഇന്റർവെല്ലിലാണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ റാൻഡം വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് യൂണിഫോം ആണെങ്കിൽ, യൂണിഫോം ആയിട്ടാണ് ഓരോ പോയിന്റ്സിനും പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഇന്റർവെൽ എ ബി ആയതുകൊണ്ട് നമ്മുടെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായി? 1/b-a എന്നായി. ഇവിടെ ഈ ഡിസ്ട്രിബ്യൂഷന് 2 പാരാമീറ്റേഴ്സേ ഉള്ളൂ, എയും ബിയും. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. മിസ് പിന്നെ ഇടയ്ക്ക് കട്ടായി പോണ്ട്. എനിക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ ചിലവർക്ക് ശരിക്ക് കേൾക്കുന്നില്ല എന്ന് പറയണ്ടേ. ആരും എന്താ പറയാത്ത? ഹലോ മിസ്. മിസ് ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മോശം പോലെ തോന്നുന്നു, കട്ടാവും ഇടയ്ക്ക്. ആർക്കാണ് കേൾക്കാത്തത്? ഇടയ്ക്ക് മിസ് കട്ടാവണ പോലെ ഇടയ്ക്ക്. ആർക്കാണ് ക്ലിയർ ആയിട്ട് കേൾക്കാത്തത്? അല്ല, എല്ലാവർക്കും ഉണ്ട്. എന്തോ ഇടയ്ക്കുള്ളൂ മിസ്, ഇടയ്ക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് ഇടാ. അമൃത നെക്സ്റ്റ്. കണക്കിടൊക്കെ ആണല്ലോ. അമ്മ പറഞ്ഞത് അയ്യോ ഇത് ഓഫ് ചെയ്തേക്കട്ടെ. അമ്മ പറഞ്ഞ എനിക്ക് ഇപ്പൊ നിങ്ങക്ക് ക്ലിയർ ആയി കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? ആ മിസ് കേൾക്കുന്നുണ്ട്. അമൃത ഞാൻ ഒരുമിച്ചോണ്ട് ഇനിയിപ്പോ ആരാ പറയണ്ടേ? കൃഷ്ണ കൺഫ്യൂഷൻ. അതെ, ഞാൻ വട്ടത്തിലല്ല. അതെ, ആദ്യം അമൃത പറയും, പിന്നെ ഞാൻ പറയും. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് പറയില്ലല്ലോ. അങ്ങനെയൊക്കെ വിചാരിച്ചതാ. പക്ഷെ ഇപ്പൊ രണ്ടുപേരും അവസാനം ഒരുമിച്ച് തന്നെ പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അത്രയും ഒരു ഇതാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്. എനിക്ക് കേൾക്കുന്നുണ്ട്. ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷെ മിസ്സിന് അവിടേക്ക് എത്തിയിട്ടില്ലുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതിക്കോളൂ. സ്പെഷ്യൽ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസ്. സ്പെഷ്യൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. സ്പെഷ്യൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്. ഇനിയിപ്പോ ആരാ പറയാ? അമൃതയാണോ ഞാനാണോ? എനിക്ക് കൺഫ്യൂഷൻ. ഫസ്റ്റ് വൺ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. യൂണിഫോം distribution. A random variable x is said to have a continuous uniform distribution. A random variable x is said to have a continuous uniform distribution over an interval open interval പോയാ? ഹലോ മിസ്, ഒന്നും കേൾക്കുന്നില്ല.
ഹലോ മിസ് ഒന്നും കേൾക്കാനില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ കണ്ട ഒരു അത്രയ്ക്കൊരു സിങ്കാണ് ഞങ്ങൾ. ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് ഉണ്ടാവുക. മിസ് മിസ് പോയ മിസ്സിന് നെറ്റ് എന്തോ സീനുണ്ട് കേട്ടോ. അത് വീട്ടിലല്ല ഇരുന്ന് എടുക്കണം, അതുകൊണ്ടോ മിസ്സെ ഒന്നും ഹലോ കേൾക്കുന്നില്ല. മിസ് പോയി. മിസ് പോയോ? നെറ്റിന്റെ പ്രോബ്ലം തോന്നുന്നുണ്ട്. ആ ഇനി നീ ആട്ടോ ഫസ്റ്റ് പറയണ്ടേ. അതെ, നെറ്റ്വർക്കിനൊരു ഇഷ്യൂ ഉണ്ടായി, കട്ടായി പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇപ്പൊ കേൾക്കണ്ട്. ഗുഡ് ഗേൾ. ഓക്കെ. ഓവർ ആൻ ഇന്റർവെൽ വരെ മിസ് പ്രസന്റ് ചെയ്യണ്ടേ ഇനി വീണ്ടും? ഇനി ഞാനല്ല പറയണ്ടേ? ഇപ്പൊ ലാസ്റ്റ് അമ്മത്തല്ല പറഞ്ഞു. Okay. If its probability density function is given by അയ്യോ മിസ്, മിസ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓവർ ആൻ ഇന്റർവെൽ കഴിഞ്ഞിട്ട് അത് കൂടി പറയോ? equal to 1 divided by b minus a. Okay, ഞാൻ ആദ്യം മുതൽ പറയാം. A random variable x is said to have a continuous uniform distribution over an interval open interval ab where minus infinity less than a less than b less than infinity if its probability density function is given by f of x is equal to by b minus a. F of x is equal to 1 divided by b minus a, where a less than x less than b and 0 elsewhere. എഴുതിയോ? മിസ് എഴുതി. ഓക്കെ, ഇനി താഴെ ഒരു നോട്ടായിട്ട് എഴുതുക. A and B, small letter a and small letter b, A and B, where a less than b are the two parameters of continuous uniform distribution. A and B are the two parameters of the continuous uniform distribution. രണ്ടാമത്തെ പോയിന്റ് എഴുതുക. The distribution is called uniform on open interval AB. The distribution is called uniform on open interval AB since it assumes a constant value for all